هم فيه مختلفون. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇല്യാസ് മാപ്പാണ്. പുതിയൊരു വൈബ്രന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വണ്ടിയായിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകണം. കേരള ടു മുംബൈയുടെ ഫസ്റ്റ് എപ്പിസോഡാണിത്. നമ്മള് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, ഒറീസ അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കറങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ് കേട്ടോ. യാത്രകള് നിങ്ങളെ പോലെ തന്നെ നമ്മുടെ ഒരു പാഷനാണ് കേട്ടോ. ഈ ട്രിപ്പില് എന്നോടൊപ്പം യാത്ര ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സഹയാത്രികരായിട്ടുള്ളത് പ്രിയപ്പെട്ട ഷാൻബായ് ഉണ്ട്, അതുപോലെ തന്നെ കരീംജി ഉണ്ട്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നോർത്ത് ഇന്ത്യയിലെ നോമ്പ് കാലം എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. പോകുന്ന വഴിയിൽ നിങ്ങളും ഞങ്ങളെ കൂടെ വേണം. ഇപ്പൊ ഞങ്ങളുള്ളത് ബാംഗ്ലൂർ ടു പൂനെ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി തുംകൂറിന്റെ ഒരു ഉള്ള ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ പൂനെ റോഡിലാണ് കേട്ടോ. ഇതുവരെ ഉള്ളേരിയയിൽ കൂടെ ഫുള്ള് എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യിച്ചാണ്ട് ഹൈവേ എത്തിയപ്പോ ഷാന ഇമ്മ കയറി ഇരുന്നാണ്. ഹൈവേ എനിക്ക് ഡ്രൈവിംഗ് സീറ്റ് ഒഴിഞ്ഞു തരുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിലെ പോയവർക്ക് അറിയാമായിരിക്കും, ബാംഗ്ലൂർ ടു മുംബൈ ഹൈവേ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളി റോഡാണ്. ബാക്കിൽ ഒരാളുണ്ട്, അയാള് കുറെ നേരമായി ഉറങ്ങിയിട്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് ഞങ്ങള് ഇന്നലെ പുലർച്ചക്കുള്ള അത്തായം കഴിച്ചാണ്ട് ഇറങ്ങിയതാട്ടോ. നല്ല ക്ഷീണുണ്ട്. ഷാന മെല്ലപ്പോ റോഡ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് ആക്രാന്തം കാണിക്കല. 150ലാണ് വണ്ടി പോകുന്നത് കേട്ടോ. പള്ളി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ബോർഡിംഗ് ആണ് തോന്നുന്നു കേട്ടോ. മർക്കസ് എന്തോ ആണ്. ഇവിടെ പള്ളിയുണ്ട്. ഇപ്പൊ ഏകദേശം സമയം 5:30 മണിയായിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയത്ത് ഇനി ഒരു 1.5 മണിക്കൂർ കൂടി സമയമുള്ളൂ. ഏകദേശം ഒരു 300 കിലോമീറ്ററിന്റെ അടുക്ക് ആകെ 2 പള്ളിയാണ് കണ്ടത്. പക്ഷെ റോഡിന്റെ അപ്പുറത്തായതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റിയില്ല. ഇപ്പൊ ലുഹറും അസറും കൂടെ ജമ്മു കസറാക്കി ഇവിടെ നിസ്കരിക്കാനുള്ള പരിപാടിയാണ്. ഖാജ മുസഫർ ഹുസൈൻ ഉസ്താദിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂപ്പര് ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മർക്കസാണ്. 80ഓളം കുട്ടികൾ പഠിക്കുന്ന മർക്കസാണ് കേട്ടോ. റാണി ബെണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാം ക്യാ? ജുനൈദ് അഹമ്മദ്. ഇല്യാസ്, മുഹമ്മദ് ഇല്യാസ്. നമ്മളെ റൂമില്. ഓക്കെ. ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോമ്പറക്കാനുള്ള ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ നോമ്പറന്ന് സെറ്റ് ചെയ്തേ പോവുള്ളൂ. അബ്ദുൾ റസാഖ് സിദ്ദീഖിന്റെ കൂടെ നയിച്ച് ചെയ്ത് കൊടുക്കണം. बस करेगा फ्रूट्स और आएगा, बहुत आएगा. अच्छा, वो सिटी से लोग लेके आएंगे. उसमें क्या नंबर बेटा ये ले. നമ്മളിപ്പം ഒരു ഹാഫില് മുത്തുമണി വന്നിട്ടുണ്ട് കേട്ടോ. ഇവനിപ്പം നമ്മോട് ഖുർആൻ ഓതുകയാണ്. അപ്പോ നമുക്ക് ഖുർആൻ ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അസീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا
وخلقناكم أزواجا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا صدق الله العظيم.